ഹലോ, വെൽക്കം ടു നിയോ ട്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാഷണൽ പാർക്കിനെ പറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വേരിയസ് കൺസർവേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട നാഷണൽ പാർക്കാണ്. വൈൽഡ് ലൈഫ് സാഞ്ചുറി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫോറസ്റ്റ് നമ്മൾ മനസ്സിൽ കാണാം. ആ ഫോറസ്റ്റിൽ എങ്ങനെയാ ഓർഗാനിക് കുറെ മൃഗങ്ങൾ ഉണ്ടാവും ഇല്ലേ? അപ്പം ഈ അനിമൽസിനെ അവരുടെ തന്നെ ഇക്കോസിസ്റ്റത്തില് പ്രൊട്ടക്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്താ ആ ഒരു മെത്തേഡാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. നാഷണൽ പാർക്ക് അനിമൽസിനെ അവരുടെ തന്നെ ഹാബിറ്റാറ്റിലാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഫോറസ്റ്റ് ആണെങ്കിൽ ഫോറസ്റ്റിന്റെ ഉള്ളിൽ തന്നെ അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യും. മനുഷ്യരുടെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? ഈ ഹ്യൂമൻ ബീങ്സിന്റെ ആക്ടിവിറ്റി അവിടെ പ്രൊഹിബിറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഫോറസ്ട്രി, ഗ്രേസിംഗ്, കൾട്ടിവേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ആ നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആയിരിക്കും. അതുപോലെ ആളുകളെ ഒന്നും എന്താ ഫ്രീ ആയിട്ട് അവിടെ എൻ്റർ ചെയ്യാനും സമ്മതിക്കില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ട്രൈബൽ പീപ്പിൾസിനെ എടുക്കുവാണെങ്കിൽ അവർ ഫയർവുഡ് കളക്ട് ചെയ്യാനും ടിമ്പർ കളക്ട് ചെയ്യാനും ഒക്കെ ഫോറസ്റ്റിലേക്ക് പോകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? നാഷണൽ പാർക്കില് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിരിക്കും. അപ്പൊ അനിമൽസിന് അവരുടെ തന്നെ എക്കോസിസ്റ്റത്തിൽ അവർക്ക് സമാധാനമായിട്ട് താമസിക്കാൻ പറ്റും. അതാണ് നാഷണൽ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രാൻഡ് കനിയോൺ നാഷണൽ പാർക്ക് ഇൻ യു എസ് എൽ നാഷണൽ പാർക്കായ ഗ്രാൻഡ് കനിയോണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് യുനെസ്കോ എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് അവർ പ്രഖ്യാപിച്ചു. അപ്പൊ ഇതൊരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഗ്രാൻഡ് കനിയോൺ നാഷണൽ പാർക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അത് ആരാധന വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത്? യുനെസ്കോ ആണ്. നമ്മൾ ഓർത്തിരിക്കണം. ഒരു എക്സ്ട്രാ നോളജിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ ഒത്തിരി നാഷണൽ പാർക്കുകളുണ്ട്. അതുപോലെ ഒത്തിരി വൈൽഡ് ലൈഫ് സാഞ്ചുറീസും നമുക്ക് കേരളത്തിലുണ്ട്. നമ്മുടെ കേരളത്തിൽ കാണുന്ന നാഷണൽ പാർക്കുകളാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറയും. അതേപോലെ ഈ ലൈൻ ടൈൽഡ് മക്കാക്ക്, അതായത് സിംഹവാലൻ കുരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പാർക്കാണ് സൈലന്റ് വാലി. അതേപോലെ ഇരവികുളം നാഷണൽ പാർക്ക് ഉണ്ട്. ഈ വരയാടുകളെ സംരക്ഷിക്കുന്ന ഇരവികുളം നാഷണൽ പാർക്ക്. അങ്ങനെ കുറെ നാഷണൽ പാർക്ക് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ നാഷണൽ പാർക്ക് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന രണ്ട് നാഷണൽ പാർക്കിന്റെ പേര് ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ത്യ എടുക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഒത്തിരി നാഷണൽ പാർക്ക് ഉണ്ട്. നമ്മൾ ഇന്ത്യ എടുക്കുവാണെങ്കിൽ കൻഹയുണ്ട്, അതുപോലെ സഞ്ജയ് ഗാന്ധി ഉണ്ട്, സിംലിപാൽ ഉണ്ട്, രാജ്ഗർ ഉണ്ട്, ശിവപുരി ഉണ്ട്, രാംധാംപൂർ ഉണ്ട്. അതുപോലെ എന്തൊക്കെയുള്ള കാസിരംഗ നാഷണൽ പാർക്ക് ഉണ്ട്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉണ്ട്, ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. രാജാജ് നാഷണൽ പാർക്ക് ഉണ്ട്, അതുപോലെ ഗിർ നാഷണൽ പാർക്ക് ഉണ്ട്. ഇങ്ങനെ കുറെ നാഷണൽ പാർക്ക് ഉണ്ട്. ഇന്ത്യയിലെയും ഒരു രണ്ടോ മൂന്നോ എക്സാമ്പിൾസ് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ടെസ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന ഒരു ടൈഗർ റിസർവ് ആണ് സത്പുര ടൈഗർ റിസർവ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിലപ്പോൾ മിക്കവാറും ചോദിക്കും, എന്താ സത്പുര ടൈഗർ റിസർവ് എന്താന്ന് ചോദിക്കും. ഒരു നാഷണൽ പാർക്കിൽ വന്നതാട്ടോ ഈ സത്പുര ടൈഗർ റിസർവ്. ഒരു നാഷണൽ പാർക്കാണ്. അപ്പൊ സത്പുര ടൈഗർ റിസർവ് എന്താന്ന് എടുത്ത് ചോദിക്കും, കാരണം ടെസ്റ്റിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സത്പുര ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ അത് നർമ്മദാപുരം ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ മധ്യപ്രദേശിൽ നർമ്മദാപുരം എന്ന ഡിസ്ട്രിക്റ്റില് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ടൈഗർ റിസർവ് ആണ് സത്പുര. ഈ സത്പുര എന്ന് പറഞ്ഞ ടൈഗർ റിസർവ്, ഇതിന് സത്പുര എന്ന് പേര് കിട്ടാൻ കാരണം സത്പുര റേഞ്ചിലായതുകൊണ്ടാണ്. അതിനാണ് പേര് ഡിറൈവ് ചെയ്തത്. സത്പുരയുടെ അർത്ഥം തന്നെ സെവൻ. സത്ത എന്ന് പറഞ്ഞ സെവനും പുര എന്ന് പറഞ്ഞ മൗണ്ടെയിൻ. അപ്പൊ 7 മൗണ്ടെയിൻസ് ഉള്ള ഏരിയ എന്നുള്ള ഇതിലാണ് സത്പുര എന്ന് നമ്മൾ പറയണത്. അപ്പൊ ഈ ഏരിയ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തത് ക്യാപ്റ്റൻ ജെയിംസ് ഫോർസൈറ്റ് ഓഫ് ബംഗാൾ ലാൻഡ്സ്ലേഴ്സ് ഇൻ 1862. അദ്ദേഹമാണ് അവിടെ ആദ്യമായിട്ട് വന്നത്. എന്തിനാ അദ്ദേഹം വന്നേ? ഇന്ത്യയിലെ ഫ്രീഡം ഫൈറ്റർ ആയിട്ട് താനിയ ടോപ്പിനെ സെർച്ച് ചെയ്തിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ആ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്തതെന്നാണ് പറയുന്നത്. അതേപോലെ ഈ സത്പുര ടൈഗർ റിസർവിന് ആദ്യത്തെ ഡിക്ലെയർഡ് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അത് എന്നാ അതിനെ ഒരു ടൈഗർ റിസർവ് ആക്കിയെന്ന് വെച്ചാൽ 2000-ലാണ്. സത്പുര ടൈഗർ റിസർവ് 2000-ലാണ് ടൈഗർ റിസർവ് ആക്കിയത്. അപ്പൊ നമ്മൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. സത്പുര ടൈഗർ റിസർവ് എന്താ? അത് നർമ്മദാപുരം ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ് ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. അതിന് സത്പുര ടൈഗർ റിസർവിന് പേര് വരാൻ കാരണം സത്പുര റേഞ്ചിന് ഡെറൈവ് ചെയ്താണ് 7 മൗണ്ടെയിൻസ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇതിനെ ഫസ്റ്റ് ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് 2000-ലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. ഇനി നമുക്കറിയാം, ഇപ്പൊ നമ്മളെ ഇന്ത്യ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ടൈഗറിന്റെ നമ്പർ ഒക്കെ എങ്ങനെയാ ഒത്തിരി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഈ ടൈഗറിന്റെ നമ്പർ കുറഞ്ഞു വരുന്നതുകൊണ്ട് ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ തുടങ്ങിയേക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് ടൈഗർ. നമ്മൾ 10th ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പ്രോജക്റ്റ് ടൈഗർ? ആ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിന്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്കറിയാം, എന്താ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് പ്രോജക്റ്റ് ടൈഗർ. അത് 1973 ഈ പ്രോഗ്രാം ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്, 1973. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മളൊരു ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഫോറസ്റ്റില് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് എങ്ങനെയാ നമുക്ക് ഒത്തിരി കാണും. ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് കാരണം എന്താ, മനുഷ്യര് കാട്ടിലേക്ക് കയറും. മനുഷ്യര് കാട്ടിലേക്ക് കയറിയിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ഫോറസ്റ്റ് മൊത്തം ഡീഫോറസ്റ്റേഷൻ ചെയ്യും. ഫോറസ്റ്റ് മൊത്തം വെട്ടി നശിപ്പിക്കും. അവിടെ ടിമ്പറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. ഫോറസ്റ്റിലെ പല കാര്യങ്ങളും മനുഷ്യർ സ്വന്താക്കില്ലേ. അതായത് ആനേനെ ഒക്കെ നമുക്കറിയാം, എലിഫന്റിനൊക്കെ ആൾക്കാർ ഹണ്ട് ചെയ്യണ്ട ആനയുടെ കൊമ്പിന് വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോ എന്താ, മൃഗങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് കാട്ടിൽ ജീവിക്കാൻ പറ്റാതെ വരുമ്പോ അവർ നാട്ടിലേക്ക് വരും. മനുഷ്യരും മൃഗങ്ങളും നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ മാക്സിമം കുറയ്ക്കാം. അതേപോലെ തന്നെ ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കാം. എന്താ, ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യണതിന്റെ ആവശ്യകതയെ കുറിച്ചും അതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളും ആളുകളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നുള്ള ഒരു എയിമും പ്രൊജക്ട് ടൈഗറിനുണ്ട്. അതേപോലെ തന്നെ ആളുകൾക്കും ടൈഗറിനും ഒരുപോലെ ഫോറസ്റ്റിൽ ജീവിക്കണം. ഫോറസ്റ്റിൽ ജീവിക്കുന്ന ഒത്തിരി ട്രൈബൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്കും ജീവിക്കണം, ടൈഗറിനും ജീവിക്കണം. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു സറൗണ്ടിങ് നമ്മൾ എൻഷുർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അതേപോലെ തന്നെ ഇനി ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം. ഇപ്പൊ ടൈഗർ ഉണ്ട്, ആളുകൾക്ക് പേടിയാണ് അവിടെ താമസിക്കാൻ. എന്തെങ്കിലും കാരണവശം ഉണ്ടെങ്കിൽ അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള ഫെസിലിറ്റീസും എന്താ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രൊജക്ട് ടൈഗറിൽ മെൻഷൻ ചെയ്യണം. അപ്പൊ 1973 ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇനി അടുത്തതാണ് ബയോസ്ഫിയർ റിസർവ്. അപ്പൊ ബയോസ്ഫിയർ റിസർവും എന്താ, അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ബയോസ്ഫിയർ റിസർവ് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവിടെ പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ബയോസ്ഫിയർ റിസർവ്. ഈ ബയോസ്ഫിയർ റിസർവിൽ ആളുകളും താമസിക്കും. പക്ഷെ ബയോസ്ഫിയർ റിസർവ് നമ്മൾ 2-3 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഉള്ളിലുള്ള സോൺ ഉണ്ടല്ലോ, അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒന്നും അലൗഡ് അല്ല. ഇപ്പൊ ഇവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതൊരു ബയോസ്ഫിയർ റിസർവ് ആണ്. ഈ ബയോസ്ഫിയറിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റും. ഹ്യൂമൻ സെറ്റിൽമെന്റ് അലൗഡ് ആണ്. പിന്നെ കുറച്ചുകൂടി നമ്മൾ താഴേക്ക് വന്നാൽ, കുറച്ചുകൂടി ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ട്രാൻസിഷൻ സോൺ എന്ന് പറയും. ഈ ട്രാൻസിഷൻ സോണിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആളുകൾക്ക് താമസിക്കാം, കുഴപ്പമൊന്നുമില്ല, ആളുകൾക്ക് കൃഷി ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്ക് വന്ന ബഫർ സോൺ ആവും. അവിടെ ടൂറിസം ഒക്കെ അലൗഡ് ആണ്. അതുപോലെ അനിമൽസിന് ഗ്രേസിങ്ങും ഒക്കെ പറ്റും. ടൂറിസത്തിനും ആൾക്കാർ ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്, ബഫർ സോൺ. എന്നാൽ കോർ സോണിൽ എത്തുമ്പോഴെങ്ങനെയാ, ഉൾക്കാട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കാടിന്റെ ഏറ്റവും ഉൾഭാഗമായിട്ടുള്ള ഈ കോർ സോണിൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസും അലൗഡ് അല്ല. അപ്പൊ ഇങ്ങനെ 2-3 സോൺ ആയിട്ടായിരിക്കും ബയോസ്ഫിയർ റിസർവിനെ തിരിച്ചിട്ടുണ്ടാവുക. ഇവിടെയും അനിമൽസിനെ എങ്ങനെയാ, അവരുടെ ഹാബിറ്റാറ്റിൽ തന്നെയാണ് അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ബയോസ്ഫിയർ റിസർവിന്റെ ശരിക്കും എന്തിനാ ബയോസ്ഫിയർ റിസർവ് എന്ന് ചോദിച്ചാൽ, ഒന്ന് കൺസർവേഷൻ, നമുക്കറിയാം എക്കോസിസ്റ്റത്തെ, സ്പീസീസിനെ, അതുപോലെ ജനറ്റിക് വേരിയേഷൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസർവേഷൻ ആണ് അവർ മെയിൻ ആയിട്ട് ചെയ്യണത്, ഒന്നാമത്തെ. രണ്ടാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമൊന്നും ഉണ്ടാവാതെ, അനിമൽസിനും ദോഷമൊന്നും ഉണ്ടാവാതെ അവരെയും പ്രൊട്ടക്ട് ചെയ്ത് അന്ന് ഹ്യൂമൻസിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ജനറേറ്റ് ചെയ്യുക. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ട്രൈബൽസ് ഉണ്ടല്ലോ, ട്രൈബൽ ഹാബിറ്റാറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യണം. കാരണം അവർക്കും അവരുടേതായ ട്രഡീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ട്രൈബൽ പീപ്പിൾസിനെ പ്രിസർവ് ചെയ്യാനും, അവരുടെ ലൈഫ് നമുക്കറിയാം, ട്രൈബൽസിന്റെ ലൈഫ് എപ്പോഴും ഫോറസ്റ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ബയോസ്ഫിയർ റിസർവ് എന്ത് ചെയ്യും, അവരുടെ ട്രഡീഷണൽ വേ ഓഫ് ലിവിങ്ങിനെയും സപ്പോർട്ട് ചെയ്യും. അതിനും അവർക്ക് അവസരം കൊടുക്കും. കാരണം ബയോസ്ഫിയർ റിസർവില് ഹ്യൂമൻ സെറ്റിൽമെന്റ് ഒക്കെ അലൗഡ് അല്ലേ. അപ്പൊ അവര് ഫോറസ്റ്റിൽ നിന്ന് മാറ്റി താമസിക്കേണ്ട ആവശ്യമില്ല, അവരവിടെ തന്നെ താമസിച്ചോട്ടെ. എന്നാൽ കോർ സോണിലേക്ക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒന്നും അലൗഡ് അല്ല എന്ന് മാത്രം. അപ്പൊ അവരുടെ ഹാബിറ്റാറ്റിനെ അവിടെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. അതാണ് ബയോസ്ഫിയർ റിസർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബയോസ്ഫിയർ റിസർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ബയോസ്ഫിയർ റിസർവ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. 2-3 എക്സാമ്പിൾ നമ്മൾ പഠിക്കണം. ഇപ്പൊ കർണാടക എടുക്കുകയാണെങ്കിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അതുപോലെ കേരള തമിഴ്നാട് ബോർഡറിലാണെങ്കിൽ അഗസ്ത്യമലയുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സുന്ദർബാൻ ഉണ്ട് വെസ്റ്റ് ബംഗാളിലെ. ഈ സുന്ദർബാനിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സുന്ദർബാൻസ്. അതുപോലെ കുറെ ഉണ്ട്. നന്ദാദേവി ഉത്തരാഖണ്ഡിലുണ്ട്, കച്ച് ഉണ്ട് ഗുജറാത്തില്. അപ്പൊ ഏതെങ്കിലും ഒരു 2-3 എക്സാമ്പിൾ നമ്മൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് നമ്മൾ ടെസ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് പച്ച്മാർക്ക് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയും. പച്ച്മാർക്കി
സാഞ്ചുറി എന്നൊക്കെ ചോദിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, അല്ലെങ്കിൽ പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവ് എന്താ, ഇങ്ങനെ എടുത്തു ചോദിക്കും. അപ്പൊ അത് എവിടെയാ സിറ്റുവേറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവ് മധ്യപ്രദേശിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പല ടൈപ്പ് ചെടികളും അനിമൽസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഫ്ലോറ എന്ന് പറഞ്ഞ പ്ലാന്റ്സും ഫോണ എന്ന് പറഞ്ഞ അനിമൽസും ആണ്. അപ്പം ഈ ഒരു ഏരിയനെ നമ്മൾ ജനറ്റിക് എക്സ്പ്രസ് ഹൈവേ എന്നാ വിളിക്കുന്നത്. കാരണം വെസ്റ്റേൺ ഗട്ട്സിനെയും ഈസ്റ്റേൺ ഹിമാലയാസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് ഈ പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവ് നമ്മൾ ജനറ്റിക് എക്സ്പ്രസ് ഹൈവേ എന്നും വിളിക്കും. അപ്പൊ ഈ ഏരിയയിൽ കാണുന്ന ചില ചെടികളുടെ പേര് നമ്മൾ പഠിക്കണം. കാരണം എന്താ, നമ്മൾ ഈ ഏരിയയുടെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഇവിടെ മാത്രം കാണുന്ന എൻഡമിക് ആയിട്ടുള്ള വെജിറ്റേഷൻസിന്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് തേക്കും സാലും നമുക്ക് ഒത്തിരി കാണാൻ പറ്റും ഈ ഒരു ഏരിയയിൽ. അതേപോലെ തന്നെ ഈ ഏരിയയിലുള്ള എൻഡമിക് വെജിറ്റേഷൻ ആണ് വൈൽഡ് മാംഗോ, സിൽവർ ഫേൺ, ജാമൂൺ, അർജുൻ, ഇങ്ങനത്തെ കുറെ ചെടികളുണ്ട്. ഇത് ഇവിടെ മാത്രം അതായത് ഈ ലോകത്ത് ഇവിടെ മാത്രം പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവിൽ മാത്രം കാണപ്പെടുന്ന ചില ചെടികളാണ് വൈൽഡ് മാംഗോ, സിൽവർ ഫേൺ, ജാമൂൺ, അർജുൻ എന്നൊക്കെ പറയണം. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻസ് പറയുമ്പോൾ അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് വരണം. അതിൽ എൻഡമിക് ഫോണയുണ്ട്, ഈ ഏരിയയിൽ മാത്രം കാണുന്ന ചില അനിമൽസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഇന്ത്യൻ വൂൾഫ്, ഇന്ത്യൻ ഗോർ, ഇന്ത്യൻ ജെയിന്റ് സ്കൂരൽ, ഫ്ലൈയിങ് സ്ക്യൂരൽ അവിടെ മാത്രം കാണുള്ളൂ. അത് എൻഡമിക് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണുന്നത്. അതേപോലെ ഇവിടെയുള്ള കുറച്ച് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് ഗൗര, ജെയിന്റ് സ്ക്യൂരൽ. 2 എക്സാമ്പിളിൽ ഓർത്തിരിക്കാം. ഇതാണ് പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവ്, മധ്യപ്രദേശിലാണ്. ജനറ്റിക് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയും, കാരണം ഇത് വെസ്റ്റേൺ ഗട്ട്സിനെ ഈസ്റ്റ് ഹിമാലയസിനെ കണക്ട് ചെയ്യുന്നു. ഈ ഏരിയയില് റിച്ച് ബയോഡൈവേഴ്സിറ്റി ആണ്, ഒത്തിരി എൻഡമിക് ആയിട്ടുള്ള ഫ്ലോറയും ഫോണയും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത് നമുക്കറിയാം, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ പല കാരണം കൊണ്ട് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് എന്തൊക്കെ കാരണം ഉണ്ടാവും? ഒന്ന് മനുഷ്യര്, മാൻമെയ്ഡ് കോസസും ഉണ്ടാവും. ഒരു കോസ് എന്താ, നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന കാരണങ്ങളും ഉണ്ടാവും. അപ്പൊ നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ കാരണമായിരിക്കും? ഇപ്പൊ പെട്ടെന്നൊരു ഭൂമികുലുക്കം ഉണ്ടായി, കുറെ ഭാഗം നശിച്ചു ഇല്ലേ? പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായി, കുറെ ഭാഗം നശിച്ചു. ഒരു സുനാമി വന്നു, വോൾക്കാനിക് എറപ്ഷൻ വന്നു, ഒരു ചുഴലിക്കാറ്റ്, ഒരു സൈക്ലോൺ വന്നു, ഒരു അവലാഞ്ച് വന്നു, ഡ്രോട്ട് വന്നു, ഒരു വൈൽഡ് ഫയർ വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതൊന്നും മനുഷ്യന് ഒരു ഒരു കടന്നുകയറ്റം ഉണ്ടെങ്കിൽ കൂടി നേച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കണം ഇവിടെ എന്ത് ചെയ്യും, ബയോഡൈവേഴ്സിറ്റിക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അതാണ് നമ്മൾ പറയുന്നത് നാച്ചുറൽ കോസസ്. ഇനി അതുപോലെ തന്നെയുള്ള കോസസ് ആണ് മാൻമെയ്ഡ്. മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കാരണം നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നശിക്കണേ. എന്തൊക്കെ കാരണം? ഒന്ന് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മൃഗങ്ങൾക്ക് താമസിക്കാനുള്ള അവരുടെ ഹാബിറ്റാറ്റിൽ മനുഷ്യൻ ചെന്നിട്ട് അവരുടെ ഹാബിറ്റാറ്റ് മൊത്തം നശിപ്പിക്കുക. അതുപോലെ പുതിയ പുതിയ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ, അതൊക്കെ ബയോഡൈവേഴ്സിറ്റിനെ അഫക്ട് ചെയ്യും. പൊല്യൂഷൻ കൂടുമ്പോൾ ബയോഡൈവേഴ്സിറ്റിനെ അഫക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തുമ്പോൾ, ഓവറായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുമ്പോൾ, പുതിയ പുതിയ അഗ്രികൾച്ചർ പ്രാക്ടീസ് ഒക്കെ വരുമ്പോൾ ഓൾറെഡി ഉള്ള ക്രോപ്സും കാര്യങ്ങളൊക്കെ നശിച്ചു പോകും. അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പുഴയില് നമ്മുടെ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ആഫ്രിക്കൻ ഫിഷിനോ എന്തെങ്കിലും നമ്മുടെ പുഴയിലേക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ഒത്തിരി നമ്പർ റീപ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ നമ്പർ ഒത്തിരി കൂട്ടി അവർ നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള നമ്മുടെ സ്പീഷീസിനെയൊക്കെ ഇവര് കഴിക്കും. അപ്പൊ നമ്മുടെ സ്പീഷീസ് എന്ത് ചെയ്യും, നമ്പർ കുറഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ഇൻവേഴ്സീവ് പുറമേ നിന്ന് വരുന്ന സ്പീഷീസിന് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുമൂലം എന്താ, ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയൊക്കെ കാരണം കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നശിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം കാരണങ്ങളാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നശിക്കാനുള്ള കാരണം എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. എൻഡമിക് സ്പീഷീസ് ഉണ്ട്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ട്, അങ്ങനെ 2-3 കാര്യങ്ങളൂടെ നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് നമ്മൾ പറഞ്ഞു ബയോസ്ഫിയർ റിസർവിനെ പറ്റി പറഞ്ഞു, പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവ് പറഞ്ഞു, പിന്നെ സത്പുര ടൈഗർ റിസർവ് പറഞ്ഞു, നാഷണൽ പാർക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേ, പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നശിക്കാനുള്ള 2 റീസൺസ് നമ്മൾ പറഞ്ഞു. നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ള റീസൺസും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ബാക്കിയുള്ള എൻഡമിക് സ്പീഷീസും അതുപോലെ എക്സ്റ്റന്റ് ആയിട്ടുള്ള സ്പീഷീസ് എന്താണെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അപ്പം ഓക്കെ, ബൈ.